സാധാരണ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു കോച്ച് ഒരു ക്ലബിൻ്റെ ഒരു സീസൺ കഴിഞ്ഞ് മാറുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ സീസണിൽ തന്നെ ഒരുപാട് മാനേജർമാർക്ക് ജോലി പോയിട്ടുണ്ട്, കോച്ചുമാർക്ക്. പക്ഷെ അതുപോലെയല്ല, പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റി വിടുക എന്ന് പറയുന്ന സമയത്ത് അതൊരു വലിയൊരു ഒരു ഒരു എന്താ പറയുക, ഒരു പ്രതിഭാസം ഒരു സമയത്തേക്ക് മാറുന്നു എന്നുള്ള രീതിയിലേക്കുള്ളൊരു തോട്ടും അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ അങ്ങനെയാണ് വരുന്നത്. അതിനകത്ത് വലിയ യാഥാർത്ഥ്യമുണ്ട്. കാരണം എല്ലാവരും പറയുന്നത് പെപ് ഗാർഡിയോള എന്ന് പറയുന്നത് ഒരു ഓർക്കസ്ട്ര കോണ്ടക്ടറാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്, ഫിലോസഫറാണ്, പൊളിറ്റീഷ്യനാണ്. അത് ഒരുപാട് ഹൈപ്പ് ഗാർഡിയോളയെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് ദിലീപിൻ്റെ ഒരു ഒരു കരിയറിലും മാത്രമല്ല ഫുട്ബോൾ സ്നേഹത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ചൊരു മാനേജർ തന്നെയാണ് അദ്ദേഹം. അപ്പം പെപ് ഗാർഡിയോളയെ പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്? പ്ലേസ് ചെയ്യുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ, ഒരു ക്ലബിനെ ഇത്രയും സ്വാധീനിച്ചിട്ടുള്ള വളരെ ചുരുക്കം മാനേജേഴ്സെ കളിയുടെ ചരിത്രത്തിൽ തന്നെ ഉള്ളൂ. ഒന്ന് ലിവർപൂളിന്റെ കൂടെ ബിൽ ഷാങ്ക്ലി 50 തൊട്ട് 74 വരെ. ഇപ്പൊ നിങ്ങൾ കാണുന്ന ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബ് ശരിക്കും ബിൽ ഷാങ്ക്ലി സൃഷ്ടിച്ചതാണ്. അതുപോലെ തന്നെ ആണ് ഗ്വാർഡിയോള സിറ്റിയിൽ ചെയ്തിട്ടുള്ളത്. സിറ്റിയിൽ ഗ്വാർഡിയോള എത്തണേന് 4 കൊല്ലം മുമ്പ് അവരതിനുള്ള അടിത്തറ കെട്ടി തുടങ്ങി. ബെഗ്രിസ്റ്റാനും സോറിയാനും ബാഴ്സലോണയും വരുന്നു. അവര് ഗ്വാർഡിയോളയ്ക്ക് വേണ്ട ഫ്രെയിം വർക്ക് സെറ്റപ്പ് ചെയ്യുന്നു. പിന്നെ 10 കൊല്ലം ഗ്വാർഡിയോളയുടെ പ്രയത്നം, അതിന്റെ 6 ലീഗ് ടൈറ്റിൽ, 1 ചാമ്പ്യൻസ് ലീഗ്, വേറെ അനേക ട്രോഫികൾ. അപ്പൊ അലക്സ് ഫെർഗുസൺ വരെ ആർക്കും പറയാൻ പറ്റില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പൊ ഉള്ളത് ഫെർഗുസൺ കാരണം മാത്രമാണ്. പക്ഷെ അതിനു മുമ്പും സർ മാറ്റ് ബസ്ബി ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ മാഞ്ചസ്റ്റർ സിറ്റി എന്ന ക്ലബ്ബ് ശരിക്കും ഒരു ഗ്ലോബൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റിയത് തീർച്ചയായിട്ടും ഗാർഡിയോള തന്നെയാണ്. പൊതുവെ ഗാർഡിയോളയെ പറ്റി പറയുന്നത് ഈ ഒരു ഇമോഷണൽ മോട്ടിവേറ്റർ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഈ മാനേജ്മെന്റ് സ്റ്റഡീസിലൊക്കെ പല സ്ഥലത്തും കോട്ട് ചെയ്യുന്നുണ്ട് ഗാർഡിയോളയെ. അപ്പം ആ ഒരു കളിക്കാരുമായിട്ടുള്ള ബന്ധം അത് നമുക്ക്, പക്ഷെ പൊതുവേ നമ്മളിപ്പോൾ കളി കാണുന്ന സമയത്ത് അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ എന്താണ് ആ ഒരു ഫിലോസഫി, എന്താണ് ഗാർഡിയോളയുടെ? ചില കളിക്കാരായിട്ട് തെറ്റിയിട്ടുണ്ട്. ഇപ്പൊ സ്ലാറ്റാനൊക്കെ എപ്പോഴും ഗാർഡിയോളയെ പറ്റി മോശമായിട്ടേ പറയുള്ളൂ. പക്ഷെ അതിന്റെ മറുവശം എന്താണെന്ന്, സ്ലാറ്റാൻ ഒന്നും ജയിച്ചതുമില്ല. ഒന്നും ജയിച്ചില്ല എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ഒന്നും ജയിച്ചില്ല. എന്റെ അഭിപ്രായത്തില് കുറച്ചൊരു വിനയത്തോടു കൂടി ഗാർഡിയോളയുടെ കൂടെ കളിക്കുകയായിരുന്നെങ്കിൽ സ്ലാറ്റാൻ ഒരു 2-3 ചാമ്പ്യൻസ് ലീഗെങ്കിലും ജയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ ആയാം സ്ലാറ്റാൻ എന്നുള്ള ഒരു ഈഗോ വന്നതുകൊണ്ട് തീരെ ഒത്തുപോകാൻ പറ്റിയില്ല. നേരെ തിരിച്ച് വേറെ പല വലിയ കളിക്കാരും ഗാർഡിയോളയുടെ മെത്തേഡ്സ് ഞാൻ ഇതനുസരിച്ച് പോകും. ഇപ്പൊ മെസ്സി, ചാവി, ഇനിയസ്റ്റ, ഒരു ബാഴ്സലോണ ടീമിലത്തെ അനേക താരങ്ങൾ, അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ഈ രീതിയിൽ ഞങ്ങൾക്ക് കളിച്ചാൽ എല്ലാം ജയിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ സിറ്റിയിലേക്ക് വരുമ്പോഴും കുറെ വലിയ പേരുകളായിരുന്നു. ഇപ്പൊ അഗ്വേറോ, ഡേവിഡ് സിൽവ, ഇവരൊക്കെ അപ്പോഴേക്കും തന്നെ സിറ്റി ഫാൻ ബേസിൽ ലെജൻഡ്സ് ആയിരുന്നു. പക്ഷെ ഇവർക്കൊക്കെ മനസ്സിലായി ഞാൻ ഇതനുസരിച്ച് കളിച്ചാൽ എനിക്ക് ഇനിയും ജയിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഗാർഡിയോളയ്ക്ക് ഉണ്ടായിരുന്നു, എന്താ വെച്ചാൽ ആ പ്ലേയിങ് ആ കരിയർ ഉണ്ടായിരുന്നു. താൻ ഒരു യൂറോപ്യൻ കപ്പ് ജയിച്ച കളിക്കാരനാണ്. പിന്നെ സിറ്റിയിലേക്ക് വരുമ്പോഴേക്കും അവിടെ സ്പെയിനിൽ ടൈറ്റിൽ ജയിച്ചു, അവിടെ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചു, ജർമ്മനിയിൽ 3 ടൈറ്റിൽ ജയിച്ചു. ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു ഹെൽപ്പാണ്. ഇപ്പൊ പെട്ടെന്ന് ഒരു മോശം സീസൺ കഴിയുമ്പോഴേക്കും ആർണെ സ്ലോട്ടിന് കിട്ടണ മറ്റേ വിമർശനം ഒരിക്കലും ഗാർഡിയോളയ്ക്ക് കിട്ടില്ല. എന്ന് വെച്ചാൽ ആ ഒരു ക്രെഡിറ്റ് ഉണ്ടായിരുന്നു ബാങ്കിൽ. അപ്പൊ അത് തീർച്ചയായിട്ടും കുറച്ചും കൂടി എളുപ്പമാക്കും. പിന്നെ നമ്മൾ പൊതുവേ ഈ കോച്ചുമാരെ പറ്റിയൊക്കെ പറയുമ്പം അവർ ഈ ഒരു ഡയറക്റ്റ് പൊളിറ്റിക്സ് എന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കും. കാരണം ഗാർഡിയോളയുടെ ഒരു പൊതുവെയുള്ള ഒരു തിങ്കിങ് സ്ട്രീമിൻ്റെ ഭാഗമാണ് ഇതൊക്കെ എന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ കാറ്റലോണിയൻ പൊളിറ്റിക്സ് ആയാലും, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗാസയെക്കുറിച്ച് പറയുന്ന സമയത്തായാലും, അല്ലെങ്കിൽ മുസ്ലിം പ്ലെയേഴ്സ് ഫാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആയാലും ഒക്കെ ഒരു വളരെ പ്ലൂറലായിട്ടുള്ള, വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനെ അതിൽ കാണാൻ പറ്റും. മാത്രമല്ല അദ്ദേഹം ഓപ്പണുമാണ്. ഈ ഒരു പൊളിറ്റിക്സ് അത് ഗാർഡിയോളയുടെ ഒരു ഇതിന്റെ ഭാഗം തന്നെയാണോ? കൾച്ചറിന്റെയും അദ്ദേഹത്തിന്റെ ഒരു ആന്തരികമായിട്ടുള്ള ഒരു അപ്രോച്ച്? അല്ല, അത് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ആൾക്കാരെന്ന് പറഞ്ഞാൽ കളിക്കാർ മാത്രമല്ല, ഫാൻ ബേസ് ആയിട്ട് ഏറ്റവും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മാനേജേഴ്സ് ഫുട്ബോൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ
അത് ഈ സോഷ്യൽ കോൺഷ്യൻസ് കാരണമാണ്. ഇപ്പൊ എന്തുകൊണ്ട് ലിവർപൂൾ എന്ന നഗരത്തില് ബിൽ ഷാങ്ക്ലി ഇപ്പോഴൊരു ദൈവം പോലെയാണ്, ആ സോഷ്യലിസ്റ്റ് ആ ഒരു കണക്ഷൻ കാരണം. ഷാങ്ക്ലി എല്ലാ പബ്ലിക് ഇതിലും പറയാ ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പറ്റിയിട്ടാണ്. നമ്മൾ പരസ്പരം എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്യണം. എന്താ പറയുക, ഒരു ഗ്രൂപ്പ് സക്സസ് ആണ് നമ്മൾ തേടേണ്ടത്, അല്ലാതെ ഒരു മനുഷ്യന്റെ ഒരു ഇൻഡിവിജ്വലിന്റെ ഇതല്ല. അപ്പൊ ആ സോഷ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ അലക്സ് ഫെർഗുസനെ പറ്റിയും പിന്നീട് ബിസിനസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങളെ പറ്റി കഥകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫെർഗുസന്റെയും ബാക്ക്ഗ്രൗണ്ട് ഗ്ലാസ്ഗോയിലത്തെ വർക്കിംഗ് ക്ലാസ് ഒരു സോഷ്യലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. അതേപോലെ ഇപ്പോ ബിയൽസയുടെ ഒക്കെ വളരെ ഒരു ഇന്റലക്ച്വൽ ഒരു എന്താ പറയാ, ഒരു ലെഫ്റ്റ് വിങ് ഒരു ചിന്താഗതിയാണ്. അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഒരു കളക്റ്റീവ് ഇത് റെഫറൻസ് ചെയ്തിട്ട്, അല്ലാതെ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു കളിക്കാരനായിട്ട് കളി ജയിക്കാൻ പറ്റില്ല, എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഇത്. അപ്പൊ അതുപോലെ തന്നെ ഗാർഡിയോളയ്ക്ക് ബാഴ്സലോണയിലായാലും സിറ്റിയിലായാലും കുറെ ഫാൻ ബേസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത് ഇത് കാരണം. ആ ഒരു സോഷ്യൽ കോൺഷ്യൻസ് ഉണ്ട്. അല്ലാതെ എനിക്ക് ഒരു ആഴ്ച ഇത്ര $1 million കിട്ടണം, ഞാൻ പിന്നെ വീട്ടിൽ പോയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ബീച്ചിൽ പോയിരിക്കണം, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നില്ല എനിക്ക്. സിറ്റിയുടെ ഒക്കെ ഒരു ഓണർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കുറച്ചും കൂടി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓണർഷിപ്പാണ്. അതിലൊരു ഗാർഡിയോളയുടെ ഒരു പേഴ്സണാലിറ്റിക്ക് ഒരു ഓട്ടോണമി കിട്ടുമോ അതിനകത്ത്? ഇപ്പം പറഞ്ഞ പൊളിറ്റിക്സും ഫിലോസഫിയും ഒക്കെ ചേർന്നിട്ടുള്ള, കാരണം ബാഴ്സലോണയിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ? അത് ഒരു വലിയൊരു അതിശയം അതാണ്. ഇപ്പൊ ഈ സിറ്റിയുടെ ഉടമകൾ അവര് മിഡിൽ ഈസ്റ്റ് UAE ആണ്. അവര് ഒരു മാനേജർക്ക് ഇത്രയും ഫ്രീഡം കൊടുക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒന്നാമത് ഗാർഡിയോല 2016 വരുമ്പോ എല്ലാവരും വിചാരിച്ച് ബയണിലോ ബാഴ്സലോണയിലോ നിന്ന പോലെ മാക്സിമം 3-4 കൊല്ലം നിന്നിട്ട് പോകുന്ന. ഈ 10 കൊല്ലം നിൽക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അത് നിൽക്കാനൊരു കാരണം അദ്ദേഹത്തിന് പണിയെടുക്കാനുള്ള ഏറ്റവും മികച്ചൊരു അന്തരീക്ഷം അവർക്ക് സൃഷ്ടിക്കാൻ പറ്റി. തനിക്കിഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള കളിക്കാരെ വാങ്ങാനുള്ള ഫണ്ട്സ് കൊടുക്കും, ആരെ കോച്ചിങ് സ്റ്റാഫ് മാറ്റണമെങ്കിൽ അത് മാറ്റാം. അപ്പൊ ഓരോ സ്റ്റെപ്പിലും അവര് ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും അനാവശ്യമായിട്ട് ഒന്നിലും വിരല് പോയിട്ടിട്ടുമില്ല. മറ്റേ ചെൽസിയിലും റയൽ മെഡ്രിഡിലും ഒക്കെ ഇതാണ് പ്രശ്നം. ഈ ഓണർഷിപ്പ് എപ്പോഴും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്. ഇതൊരു ക്ലബ്ബ് മുന്നോട്ട് പോകണമെങ്കിൽ ആ മാനേജർക്ക് കൺട്രോൾ വേണം. ഗാർഡിയോളയുടെ ഒരു മാനേജർ എന്നുള്ള എവല്യൂഷനിൽ തുടങ്ങിയ സമയത്ത് ഇപ്പം ബാഴ്സയിലാണെങ്കിലും ഒക്കെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഡാറ്റ ഡ്രിവൺ അല്ലെങ്കിൽ ഒരു ഡാറ്റ ഓവർലോഡുള്ള സമയമാണ്. കാരണം നമുക്കറിയാലോ, ഒരു ട്രാൻസിഷൻ പീരീഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന തലമുറയും മൊബൈലിലേക്ക് വരുന്ന തലമുറയും എന്നൊക്കെ പറയുന്ന പോലെ, അപ്പോൾ ഈ ഇതിനകത്ത് ഉണ്ടാകുന്ന ടെക്നിക്കൽ സാധനങ്ങളെ ഗാർഡിയോള എങ്ങനെയാണ് അതിലും ഒരു മാസ്റ്റർ ആയിരുന്നല്ലോ മൂപ്പര്. കാരണം ആദ്യം അങ്ങനെയല്ലല്ലോ, ഒരു ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്നല്ല അദ്ദേഹം വരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഏറ്റവും മികച്ച മാനേജേഴ്സിന് എപ്പോഴും അത് അവരുടെ ശൈലി മാറ്റാൻ പറ്റും. അത് കാലം മാറുന്നതനുസരിച്ച് അവരുടെ കളിയും മാറും. ഇപ്പൊ ഈ അനാലിസിസ് കുറെ അധികം വന്നപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരെ കൂടെ കൊണ്ടുവന്നു. ഇപ്പൊ ഈ സീസൺ ഇപ്പൊ സിറ്റിയുടെ കളി പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു കാരണം, പണ്ട് ക്ലോപ്പിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു പെപ്പ് ലിൻഡേഴ്സിനെ ഈ സീസൺ ആദ്യം കൊണ്ടുവന്നു. അത് പുതിയൊരു ജോലിയാകുമ്പോൾ തീർച്ചയായിട്ടും അത് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് മാസം എടുക്കും. പക്ഷെ ഇപ്പൊ ആ ഇൻഫ്ലുവൻസ് ശരിക്കും കാണുന്നുണ്ട്. ഇത് കുറേ കൂടി പണ്ടത്തെ ക്ലോപ്പിന്റെ ടീംസ് കളിച്ചിരുന്ന പോലെ വളരെ ഡയറക്റ്റ് ആയിട്ടും ഇപ്പോഴത്തെ സിറ്റിക്ക് കളിക്കാൻ പറ്റുന്നു. അപ്പൊ അങ്ങനെ പല മാറ്റങ്ങളും അത് ആ കൃത്യസമയത്ത് തന്നെ മാറാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ എഗ്വേറോ വിട്ടപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു സെന്റർ ഫോർവേഡിനെയാണ്, ഹാളൻഡിനെയാണ് കൊണ്ടുവന്നത്. അതിന്റെ ഇടയ്ക്ക് ജൂലിയൻ ആൽബറസ് ഉണ്ടായിരുന്നു, അത് വേറെ ഒരു തരം സ്ട്രൈക്കർ. പിന്നെ മറ്റേ ഫെർണാൻഡിനോ പോയപ്പോൾ അതിന് പകരം റോഡ്രി ഉണ്ടായിരുന്നു. വിൻസെന്റ് കമ്പനി പോയപ്പോൾ അതിന് പകരം നല്ല സെന്റർ ബാക്സിനെ കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേജിലും ഒരു ടീമിനെ ഫ്രഷ് ആക്കിക്കൊണ്ടിരിക്കാൻ പറ്റണം. അത് ടാക്ടിക്കലായിട്ടും അത് കളിക്കാരെ മാറ്റേണ്ട സമയത്ത് മാറ്റിയിട്ടും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളൊരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഗുരു, ടീച്ചർ എന്നൊക്കെ പറയുന്ന ആള്
ഇത്തരത്തിലുള്ള ക്ലബ് ഫുട്ബോളിൻ്റെ ഇതിൽ നിന്ന് മാറാൻ പോകുന്ന സമയത്തും അദ്ദേഹം ഒരു ബാക്കി നിർത്തുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ആർസണൽ തന്നെ ഒരു ലീഡിങ് ഇതിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡിയോളയ്ക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് വകയുണ്ട്. കാരണം ഗാർഡിയോളയുടെ ഒരു കൂടെ നിന്ന ശിഷ്യനാണ് അതിൽ വരുന്നത്. അതുപോലെ ഒരു ഭാഗം. രണ്ടാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ സംസാരിച്ചിരുന്ന സമയത്തൊക്കെ തന്നെ ഈ കോച്ചുമാർ, മാനേജർമാരൊക്കെ തന്നെ മറ്റ് പല പ്രശ്നങ്ങളായാലും ചെറിയ സീസണിൽ തന്നെ കൊഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത്രയും കാലം നിലനിർത്തിയ ഇത്രയും ആ ഒരു സ്ട്രാറ്റജിക്കായിട്ട് അദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ടാവുകയും ചെയ്യുന്ന ആ ഒരു പവർ എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ 100% ഇന്റൻസിറ്റിയോട് കൂടി എല്ലാ ദിവസവും പണിയെടുക്കുക. അത് വ്യക്തിപരമായ ജീവിതത്തിൽ അതിന് വലിയൊരു വില കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ മാരേജിന്റെ കാര്യത്തിലും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ മുഴുവൻ ശ്രദ്ധയും എപ്പോഴും ഇത് തന്നെയാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു 10-30 കൊല്ലമൊന്നും ഇതേ ജോലിയിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ക്ലോപ്പും 56-57 വയസ്സിൽ വിരമിച്ചത്. എന്താ വെച്ചാൽ അത്രയും ഫുൾ ഓൺ ഇന്റൻസിറ്റിയോട് കൂടി പണിയെടുക്കണവർക്ക് അത്ര കാലേ പണിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ 55 വയസ്സേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഹോസെ മൊറീനിയോന് 63 വയസ്സ്, അലക്സ് ഫെർഗസൺ 70 വയസ്സ് വരെ നിന്നു യുണൈറ്റഡിൽ. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ ഗ്വാർഡിയോളയ്ക്കും ചെയ്യാം. പക്ഷെ ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ഇതേ ഒരു ഇന്റൻസിറ്റിയോട് കൂടി ഇനിയും പണിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. ഈ ഇദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കരിയറിൽ പിന്നെ ഈ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പം സൂചിപ്പിച്ചല്ലോ, അതെന്താണ് ശരിക്കും? അങ്ങനെ അതെന്താന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രോമിസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു ഒന്നാമത് ഇവിടെ മാഞ്ചസ്റ്ററിൽ 10 കൊല്ലം നിൽക്കുന്ന അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, കുടുംബം തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അവിടെ ബാഴ്സലോണയിൽ ബിസിനസ്സും ഉണ്ട്. അത് കൂടാതെ കുറച്ചു കാലം കഴിഞ്ഞാൽ UAEയിലേക്കോ അങ്ങനെ വല്ലവരുടെയും റീലൊക്കേറ്റ് ചെയ്യാന്നൊക്കെ ആയിരുന്നു ഉദ്ദേശം. പക്ഷെ ഈ ഒരു സിറ്റി പ്രോജക്റ്റ് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ തനിക്കത് വിടാനൊരു മടിയായി തുടങ്ങി. ഒന്നാമത് 2023 വരെ ആ ചാമ്പ്യൻസ് ലീഗ് ജയിക്കണം എന്നുള്ള ഒരു ഒബ്സഷൻ ആയിരുന്നു. അത് ജയിച്ചപ്പോൾ പിന്നെ ഒരു ടീം പുതുക്കി പണിയണം, ആദ്യം എനിക്ക് ജയിക്കാൻ പറ്റുന്ന കാണിക്കേണ്ട ഒരു വാശിയായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനത്തെ ആൾക്കാര് സെൽഫ് ഡ്രിവൺ ആണ് കുറെ. ഇപ്പൊ ബിൽ ഷാങ്ക്ലി 3 ലിവർപൂൾ ടീംസ് സൃഷ്ടിച്ചു. അലക്സ് ഫെർഗസൺ 3 തലമുറയിൽ ജയിച്ചു ഇംഗ്ലണ്ടിൽ. ആദ്യം ഒരു ബ്രയൻ റോബ്സൺ തലമുറയുടെ കൂടെ, പിന്നെ റോയ് കീൻ, പിന്നെ വെയിൻ റൂണി, ക്രിസ്ത്യാനോ, ആ ഒരു തലമുറയുടെ കൂടെ. അപ്പൊ ഇവർക്ക് ആ ഒരു മോട്ടിവേഷൻ, അവർക്ക് മോട്ടിവേഷൻ തന്നെ വരും. പക്ഷെ അതിന്റെ കൂടെ കുടുംബക്കാരിപ്പോ ഇവരുടെ ആരുടെ കുടുംബക്കാരോട് ചോദിച്ചാലും ഇതേ ഉത്തരം കിട്ടും. ഇപ്പൊ അലക്സ് ഫെർഗസന്റെ ഭാര്യയോട് ചോദിച്ചാലും ബിൽ ഷാങ്ക്ലിയുടെ ഭാര്യയെ പറ്റി ബിൽ ഷാങ്ക്ലി തന്നെ പറയുന്നു, എന്ത് ഹോളിഡേ ജൂണിലും ജൂലൈയിലും ഫുട്ബോൾ ഇല്ലാത്തപ്പോ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ളവർക്ക് ആ ഒരു ലെവൽ എത്താനും പറ്റില്ല. ഈ ഇംഗ്ലീഷ് ഫുട്ബോളിലെ, അതായത് ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, അതിലേറ്റവും വലിയ റെവല്യൂഷണറി എന്നുള്ള രീതിയിലും കൂടി ഗാർഡിയോളയെ പറ്റി പറയുന്നുണ്ട്. അതെങ്ങനെയാണ് അദ്ദേഹം ഇത്രയും വലിയൊരു ഫുട്ബോൾ ഒരു കൾച്ചറിനെ മാറ്റിമറിക്കുന്നത്? കൾച്ചർ മാറ്റിമറിച്ച 2 ആൾക്കാർ. ആദ്യം ആർസൻ വെങ്കർ വന്നിട്ട് ഓഫ് ഫീൽഡ് കൾച്ചർ മാറ്റി. ആർസണലിൽ ആർസൻ വെങ്കർ വരുമ്പോൾ ആ കാലത്ത് കളിക്കാർ അപ്പോഴും പബ്ബിൽ പോയി 2 പൈന്റും പയ്യും ഇതൊക്കെ കഴിച്ച് അങ്ങനത്തെ ഒരു കൾച്ചറായിരുന്നു. അതൊക്കെ മുഴുവൻ മാറ്റി. അത് വെങ്കറാണ് ചെയ്തത് ആദ്യം. വെങ്കറും ആർസണലും അത് ചെയ്തു തുടങ്ങിയപ്പോൾ ബാക്കി ക്ലബുകൾക്ക് അത് ചെയ്യാതെ നിർത്തിയില്ല. അപ്പൊ അവരൊക്കെ മാറി. പക്ഷെ ഓൺ ഫീൽഡ് ഏറ്റവും മാറ്റം വരുത്തിയിട്ടുള്ള ആള് ഗ്വാർഡിയോള. ഇപ്പൊ ഏത് ടീം നോക്കിയാലും 20ാം പൊസിഷനിലുള്ള വുൾഫ്സ് ആയാലും 19ാമതായ ബേൺലി ആയാലും എല്ലാവരും ഒരു വിധത്തില് ഗ്വാർഡിയോളയുടെ ഫുട്ബോളാണ് കളിക്കണം. ബാക്കിന്ന് ഷോർട്ട് പാസ് ആയിട്ട് ബിൽഡപ്പ് ചെയ്യുക. പണ്ടത്തെ ഇംഗ്ലീഷ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഡിഫൻഡറുടെ അടുത്ത് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ബോൾ ഒന്നുമില്ലെങ്കിൽ സ്റ്റാൻഡിലാണ് അല്ലെങ്കിൽ മറ്റേ ബോക്സിൽ. ആ ഒരു ശൈലിയായിരുന്നു. ഡിഫൻഡേഴ്സ് ബോൾ വെച്ച് കളിക്കാൻ പാടില്ല എന്നായിരുന്നു. അല്ലാത്ത ഡിഫൻഡേഴ്സ് ഉണ്ടായിരുന്നു മികച്ച ടീമുകൾക്ക്. ഇപ്പൊ ഒരു ലിവർപൂളിന് ആലൻ ഹാൻസൺ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അതുപോലെ കളിക്കാരുണ്ടായിരുന്നു. പക്ഷെ സാധാരണ ഒരു ടീമിന് ഡിഫൻഡർ എന്ന് പറഞ്ഞത് നീട്ടി അടിക്കാന്ന് മാത്രം. ഇപ്പൊ ആ കൾച്ചറും ആകെപ്പാടെ പോയി.
ഇപ്പൊ എല്ലാരും ഒരു വിധത്തില് പെപ്പ് ബോൾ ആണ് കളിക്കുന്നത്. ഈ നമ്മൾ ഒരു കളിക്കാരൻ എന്നുള്ള രീതിയിൽ, കാരണം ഒരു ഫുട്ബോളിലേക്ക് ഒരിക്കലും ദിലീപ് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ദ്രാവിഡ് കളിക്കുന്ന സമയത്ത് ദ്രാവിഡ് നാളെ ഒരു കോച്ചായി മാറും തോന്നും, അല്ലെങ്കിൽ ഒരു കളിയുടെ ഒരു മറ്റു തരത്തിലുള്ള കാര്യങ്ങളും കൂടി അറിയാവുന്ന ഒരാൾ, അതിനെ മാനേജ് ചെയ്യേണ്ട രീതിയും കൂടി അറിയുന്ന ഒരാൾ കളിക്കളത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കത് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഈ പെപ്പ് ഗാർഡിയോളയുടെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്, ഒരു കളിക്കാരൻ എന്നുള്ളതിൽ നിന്നും കോച്ചായി മാറുന്നതിലേക്കുള്ള അങ്ങനെ ഒരു തോന്നലുണ്ടായ സന്ദർഭങ്ങളില്ലേ? ഞാൻ ആദ്യം ഗാർഡിയോള കളിക്കുന്നത് കാണുന്നത് mid-90s പക്ഷെ ഇപ്പൊ പലരും മറന്നിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഇത്രയും ഒരു കോച്ച്, ഒരു മാനേജറായിട്ട് ഇത്രയും ജയിച്ചത് കാരണം എത്ര നല്ല കളിക്കാരനായിരുന്നു എന്ന് പലർക്കും ഓർമ്മയില്ല. ആ കാലത്ത് ബാഴ്സലോണയ്ക്ക് 382 കളി കളിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. അത്രയും മികച്ച ടീമായിരുന്നു. യുവാൻ ക്രൂയിഫിന്റെ ഡ്രീം ടീം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ ഡ്രീം ടീമിന്റെ കൂടെ കളിച്ചിരുന്ന കളിക്കാർ ഇപ്പൊ റോണൾഡ് കൂമൻ നെതർലൻഡ്സിന്റെ, മൈക്കിൾ ലൗഡ്രപ്പ്, ബൾഗേറിയയുടെ സ്റ്റോയ്ച്കോവ്, ബ്രസീലിന്റെ റൊമാരി, ഇവരൊക്കെയുള്ള ടീമിന്റെ കൂടെ പ്രധാനപ്പെട്ട ഒരു മിഡ്ഫീൽഡർ ആയിരുന്നു. ഒരു കണക്കില് ക്രൂയിഫിന്റെ ഓൺ ഫീൽഡ് ബ്രെയിൻ ഗാർഡിയോളയായിരുന്നു. ഈ മുഴുവൻ കണ്ടുപിടിച്ച് നിർത്തുന്ന ഒരാൾ. അങ്ങനെയാണ് മൂപ്പർക്ക് ഈ ഓർക്കസ്ട്ര കണ്ടക്ടർ എന്നുള്ള ഇത് വരുന്നത്. അത് തന്നെയാണ് ഗാർഡിയോളയുടെ ടീംസിൽ നമ്മൾ പിന്നെ കണ്ടത്. ഇപ്പൊ ബാഴ്സലോണയിൽ വന്നപ്പോ ചാവിയും ഇനിയസ്റ്റ ആയിരുന്നു ആ ഒരു കൺട്രോളേഴ്സ്. ഇപ്പോഴത്തെ മാഞ്ചസ്റ്റർ സിറ്റിയിലെ റോഡ്രി, അതിനു മുമ്പ് കെവിൻ ഡി ബ്രൂയ്ന, അങ്ങനെ പല കളിക്കാരും. അവർക്ക് ആ പണ്ടത്തെ ഗാർഡിയോളയ്ക്ക് ഡി ബ്രൂയ്നയുടെ റോൾ ആയിരുന്നില്ല, പക്ഷെ ഇപ്പൊ റോഡ്രി ഇപ്പൊ ചെയ്യണ പോലത്തെ ഒരു കളിക്കാരനായിരുന്നു ഗാർഡിയോള. അപ്പൊ അത് ആ ഒരു തുടക്കത്തിന് പിന്നെ എന്താ പറയാ, ക്രൂയിഫിന്റെ പോലത്തെ ഒരു കോച്ചിന്റെ കൂടെ വേണ്ടി കളിക്കുമ്പോ എങ്ങനെയായാലും നമ്മൾ എന്തെങ്കിലും പഠിക്കാതിരിക്കില്ല. അതിപ്പോ ഗാർഡിയോളയുടെ കാര്യം പറഞ്ഞ പോലെ ഏറ്റവും ഫുട്ബോൾ സ്വാധീനിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ യുവാൻ ക്രൂയിഫ്. ഇപ്പൊ പലരും ചോദിക്കും ഇപ്പൊ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ്. അതിൽ കുറെ ഡിബേറ്റ് ചെയ്യാം. ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള മനുഷ്യൻ ആരാന്ന് പറഞ്ഞാൽ അതിലൊരു ചോദ്യം പോലും ഇല്ല. യുവാൻ ക്രൂയിഫാണ്. കളിക്കാരനായിട്ടും കളി മാറ്റിമറിച്ചു കോച്ചായിട്ടും. അപ്പൊ ഈ ക്രൂയിഫിന്റെ അടുത്ത് നിന്ന് ആദ്യം പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇറ്റലി പോയി, ഇംഗ്ലണ്ടിൽ പോയി, പലരുമായിട്ടും ആരെ കണ്ടാലും അവരോട് സംസാരിച്ച് അവരുടെ ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. ബാഴ്സലോണ ജോലി എടുക്കുന്നതിന് മുമ്പ് മാർസലോ ബിയൽസെ പോയി കണ്ടു. ക്ലോപ്പിന്റെ മെത്തേഡ്സ്, ക്ലോപ്പിനെതിരെ കളിക്കുമ്പോൾ ക്ലോപ്പ് എന്താ നന്നായി ചെയ്യണം, അതിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും. ഇപ്പൊ കാർലോ ആൻസലോട്ടി എങ്ങനെ കളിക്കാരെ മാനേജ് ചെയ്യണം. ഇപ്പൊ ഓരോരുത്തരുടെ അടുത്തുനിന്നും എങ്ങനെ തനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കി മുന്നോട്ട് പോയ ഒരാളാണ്. പിന്നീടുള്ള നമ്മൾ പറഞ്ഞല്ലോ മറ്റു ടീമുകളിൽ ഒരു ഗാർഡിയോള ഒരു മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ഇപ്പം ഗാർഡിയോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കളിക്കുന്ന സമയത്തും ഒരു ഫിസിക് കൊണ്ടൊന്നും അത്ര ശ്രദ്ധേയനായ ഒരു കളിക്കാരനല്ല. അദ്ദേഹത്തിന്റെ ടീമുകളിലൊക്കെ തന്നെ ഇതുപോലെയുള്ള ചിലരാണ് കളി ഭയങ്കരമായിട്ട് മാറ്റിമറിക്കുന്നതും. ഈ ക്രൂയിഫിന്റെ ഒരു ഇതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു പരിശീലകൻ എന്നുള്ള എവല്യൂഷൻ അത് കറക്റ്റായിട്ടും എന്താണ് ക്രൂയിഫിന്റെ സ്വാധീനം അതിനകത്ത്? സ്വാധീനം എന്ന് പറഞ്ഞാല് ഒരു ക്രൂയിഫിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കളി കൺട്രോൾ ചെയ്യണതിനെ പറ്റി. നമ്മുടെ അടുത്ത് ബോൾ ഉണ്ടെങ്കിൽ മറ്റേ ടീമിന് ഗോൾ അടിക്കാൻ പറ്റില്ല. ലോജിക്കാണല്ലോ. അപ്പൊ പറ്റണത്രയും നമ്മുടെ അടുത്ത് ബോൾ വെക്കുക. പിന്നെ ഈ കോച്ചായിട്ട് ഗാർഡിയോള ആദ്യം ബാഴ്സലോണയിൽ വന്നപ്പോ പറഞ്ഞിരുന്ന ഒരു വിമർശനം, ഈ ടിക്കിറ്റാക്ക് ഒരു ബോറാണ് കാണാൻ, അത് കുറെ അധികം പാസ് ഉണ്ട്. പക്ഷെ എനിക്കത് കാണാൻ ഒരിക്കലും ബോറായി തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ അതിന്റെ കൂടെ ഈ പാസിന്റെ കൂടെ എപ്പോഴും ഒരു എൻഡ് റിസൾട്ട് ഉണ്ടായിരുന്നു. ഒരു മെസ്സി ആയാലും ഒരു ഇനിയസ്റ്റ ആയാലും ആരെങ്കിലും, അല്ലെങ്കിൽ തിയറി ഓൺറി ആരെങ്കിലും പോയി ഗോൾ അടിക്കും. അല്ലാതെ വെറുതെ ഭംഗിക്ക് വേണ്ടി പാസ് ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സിറ്റി ആ ശൈലിയിൽ നിന്ന് കുറെ മാറിയിട്ടുണ്ട്. 2008 ബാഴ്സലോണ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റി അതുമായിട്ട് ഒരു വലിയൊരു സാമ്യത ഇല്ല. പക്ഷെ ആ കൺട്രോൾ ഇപ്പോഴും ഉണ്ട്, ഗോൾസ് ഇപ്പോഴും ഉണ്ട്. ആ ഒരു കോമൺ ഇത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ എവല്യൂഷൻ എങ്ങനെയാണ്? അതായത് ഇപ്പം ടിക്കറ്റ് ആക്കാന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഒരു ഭയങ്കര ക്ലിഷയായിട്ട് മാറിയിട്ടുണ്ട് ഗാർഡിയോളയായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന സമയത്ത്. ബാഴ്സലോണ, പിന്നീട് ബയൺ,
സിറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പരിശീലന രീതികൾ എങ്ങനെയാണ് എവല്യൂഷൻ സംഭവിച്ചിട്ടുള്ളത്? കുറെ മാറിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇപ്പൊ ബായണിന്റെ 3 സീസൺ കഴിയുമ്പോഴേക്കും കളിക്കാർക്ക് ഒരു ഇത് മടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് സന്തോഷമായിരുന്നു ഗാർഡിയോള പോയപ്പോ. പ്രത്യേകിച്ച് കുറെ പേരുടെ അവരിങ്ങനെ ഓടി അവരുടെ കരിയർ അവസാനിച്ചു. ഇപ്പൊ ബാസ്റ്റിൻ ഷ്വൈൻസ്റ്റൈഗർ ഒക്കെ അതിനുശേഷം ഒരിക്കലും ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൊക്കെ വന്ന് ആൾക്കാരെ അതിശയപ്പെട്ടു. എന്താ വെച്ചാൽ ഇത് ലോകകപ്പ് ജയിച്ചൊരു ഒരു തലമുറയിലത്തെ ഏറ്റവും മികച്ചൊരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ആയിരുന്നു. ഇവിടെ യുണൈറ്റഡിൽ വന്നപ്പോ ഓടാൻ പോലും വയ്യ, ആ ഒരു സ്ഥിതി ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്ന് ഗാർഡിയോള പഠിച്ചു. എല്ലാ കളിക്കാരെയും നമുക്ക് ഒരേപോലെ ഇതാക്കാൻ പറ്റില്ല. എല്ലാ ടീംസിനും ആ ഒരു ഇന്റൻസിറ്റിയോട് കൂടി കളിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ പിന്നീടുള്ള സിറ്റി ടീംസ് നോക്കിക്കഴിഞ്ഞാല് അവർ കുറേം കൂടി ഫ്ലെക്സിബിൾ ആയിരുന്നു ടാക്ടിക്കലി. ഇപ്പൊ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും പോവും, ലോങ് ബോൾ കളിക്കാൻ മടിയില്ല. ഓരോ കളിയുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് മാറാൻ പറ്റിയിട്ടുണ്ട്. ആദ്യത്തെ ഗാർഡിയോള അങ്ങനെയായിരുന്നു, ആ മെത്തേഡിൽ വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. ഈ നമ്മളിപ്പം പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത്, ഇനിയിപ്പോൾ സ്പാനിഷ് നാഷണൽ ടീമിൻ്റെ ഒരു കോച്ചായിട്ടായിരിക്കും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാർഡിയോളയെ കാണുക എന്നുള്ളത്. പക്ഷെ നമ്മളൊരു പൊതു സംശയം എന്നുള്ള രീതിയിൽ ചോദിക്കാവുന്നത്, ഇങ്ങനെ നമ്മളിപ്പം തോൽക്കുന്ന ഒരാൾ വിരമിക്കുന്നത് അല്ലെങ്കിൽ മാറി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ജയിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു ആള്, ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആരായാലും ആ ജയത്തിൻ്റെ സീസണിൽ കളി അവസാനിപ്പിക്കുക, നമ്മൾ പറയുമല്ലോ ഈ കളി നന്നാകുന്ന സമയത്ത് എന്നുള്ള ആ ഒരു തോന്നലിൽ എങ്ങനെയാണ് ഗാർഡിയോളയെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക? കാരണം അതേ ഒരു തോറ്റ കോച്ചല്ല, മാനേജറല്ല, ജയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ജയിച്ചുകൊണ്ടേയിരിക്കുന്ന, ഇപ്പം ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പം പറഞ്ഞപ്പോൾ 2 നാഷണൽ കപ്പുകൾ കിട്ടി. ഇപ്പം ഇതിനകത്ത് ഇപ്പം പ്രീമിയർ ലീഗ് പോയി കഴിഞ്ഞാലും ആരും അതിനെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. അത്രയും ഒരു ഇതായിട്ടുള്ള ഒരു മാനേജർ, കോച്ച്, ഈ കളി ഇപ്പം അവസാനിപ്പിക്കുമ്പം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്തായിരിക്കും? അത് ഈ ഏറ്റവും വലിയ പെർഫോമൻസ് എപ്പോഴും when they ask why and not why not എന്നുള്ള, എന്തുകൊണ്ട് വിരമിച്ചില്ല എന്ന് ചോദിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് വിരമിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പോകണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പെലെ 70-ത്തെ ലോകകപ്പ് കഴിഞ്ഞ അപ്പൊ 29 വയസ്സേ ഉള്ളൂ, നാഷണൽ ടീം വിരമിച്ചു. എന്താ വെച്ചാൽ ആൾക്കാര് പിന്നെയും ചോദിക്കണം എന്തുകൊണ്ട് ഇയാള് വിരമിച്ചു. മറ്റേ മാരഡോണിന്റെ ഒക്കെ ശരിക്കും സങ്കടമായിരുന്നു. അവസാനത്തെ മാച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു 60 വയസ്സായ ഒരാളൊക്കെ കളിക്കണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അവസാനമായപ്പോഴേക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വിടണേന് വരെ ഇപ്പൊ ക്ലോപ്പ് ഇത് തന്നെയാണ് ചെയ്തത്. ഏകദേശം ഒരു ടോപ്പിലുള്ള സമയത്ത് വിരമിച്ച് പോവുക. പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്രൂയിഫ് നിർത്തിയപ്പോ 50 എത്രയോ വയസ്സേ പ്രായമുള്ളൂ. സിഡാൻ ഇപ്പൊ ചിലപ്പോ ആദ്യം ഫ്രഞ്ച് ജോലി എടുത്തു എന്ന് വരും, പക്ഷെ ഇപ്പൊ കുറച്ച് കൊല്ലമായിട്ട് പണിയെടുത്തിട്ടില്ല. അപ്പൊ ഇവർക്കൊക്കെ ആ ഒരു ഇതാണ്, കുറെ ഒരു ഈഗോന്റെ ഇതും കൂടിയാണ്. എനിക്കൊരു തൻ്റെതായിട്ടുള്ള ചില എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ ഒരു പുറം ലോകമല്ല നോക്കുന്നത്. ഗാർഡിയോളയുടെ മനസ്സിൽ തന്നെ പറ്റിയുള്ള ഒരു അഭിപ്രായം ഉണ്ട്, അത് താഴ്ന്നു പോകരുത്. അത് താഴാൻ പോകണമെന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ വിരമിക്കാൻ സമയമായി.